നാട്ടിൽ വന്ന് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 4-5 മാസത്തിന് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇടാൻ ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ടെൻഡർ കോക്കനട്ട്, അതായത് കരിക്ക് പുഡിംഗ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് വരുന്നത് കരിക്ക് ഇതുപോലെ കരിക്ക് വെള്ളത്തിൽ തന്നെ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു സൈഡിൽ ചൈന ഗ്രാസ് ചൂടാക്കാൻ വെച്ചതിന് ശേഷം മറ്റേ സൈഡിൽ പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി തിളപ്പിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചൈന ഗ്രാസും നമ്മൾ ആദ്യം അടിച്ചു വെച്ച കരിക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പതാ നമ്മുടെ പുഡിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പുഡിങ്ങിൻ്റെ പകുതിയിൽ കൂടുതൽ പണികൾ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ പുഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ. അപ്പോൾ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് നമുക്കൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ബാക്കി ഉണ്ടായിരുന്ന കരിക്കിൻ്റെ കഷ്ണങ്ങളും പിന്നെ കുറച്ച് നട്ട്സൊക്കെയാണ് മുകളിൽ ഇട്ടെടുത്തേക്കണത്. ഇപ്പതാ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല രീതിക്ക് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇളനീരായതുകൊണ്ട് തന്നെ സംഗതി കുറച്ച് ഹെൽത്തിയും കൂടി ആയിരിക്കും.